ഇത് ജീവസമാധി എന്നാണ് പറയണത്. ജീവസമാധി ആകുമ്പോൾ ജീവനോട് കൂടി ഒരു വ്യക്തിയെ കൊണ്ട് അടക്കിയതാണോ അത് നമുക്കറിയണം. ആൾ മിക്സിംഗ് എന്നും കൂടി പറയണം. പിന്നെ വേറെ മറിച്ച് കേട്ടാൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഇന്ന് ഐക്യവേദിയുടെ ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രസിഡന്റ് വന്നിവിടെ ആ പുള്ളിക്കാരൻ പറഞ്ഞെന്നാൽ ഇത് സമാധി എന്നാണ് പറഞ്ഞത്. അല്ല, സമാധി അല്ല. എന്നിട്ട് പുള്ളിക്കാരൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ, ഈ ഐക്യവേദി സംഘടനയുടെ പ്രസിഡന്റ് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആരെ അറിയിക്കാതെ കൊണ്ട് വീടിനകത്ത് കൊണ്ട് അടക്കുമോ? ആ പുള്ളിക്കാരൻ്റെ ബന്ധുക്കൾ ഇത് അറിയിക്കില്ലയോ? പക്ഷെ ആരെ അറിയിക്കാതിരുന്നാൽ ഇത് ദുരൂഹത തന്നെയല്ലയോ? പക്ഷേ ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇത് വർക്ക് ചെയ്തെന്ന് പറയാം. ഇവിടെ ഇത് വർക്ക് ചെയ്തില്ല. എല്ലാവരും ഒറ്റക്കെട്ടാണ് നിൽക്കുന്നത്. മുസ്ലിങ്ങൾ, എല്ലാ ജാതിക്കാരും എല്ലാവരും ഇങ്ങനെ ഇത് ഒറ്റക്കെട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ചുമട് തൊഴിലാളിയായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ഇത് കോലിക്കുന്ന, പിന്നെ ആ മകൻ പറഞ്ഞതിൽ ഒരുപാട് ഇങ്ങനെ തെറ്റുകളുണ്ട്. അച്ഛൻ പോയി അകത്ത് പോയി സമാധി ഇരുന്നതിന് ശേഷമാണ് മുടി. പക്ഷേ ഇത് പുള്ളിക്കാരൻ ജീവൻ ഉണ്ടോ ഇല്ലയോ? പക്ഷേ പുള്ളിക്കാരൻ ജീവൻ ഉണ്ടെങ്കിൽ അന്നല്ലേ പിറ്റേ ദിവസം ഇത് പോലീസ് അറിഞ്ഞ ഉടനെ ഇത് ആ കളർ ഇങ്ങനെ ഇത് പൊളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പുള്ളിക്കാരൻ ജീവൻ കാണുമായിരുന്നു. പക്ഷെ അതിന് ആരും കരുതിയില്ല. മക്കളെയും ഭാര്യയെയും മരുമകളെയും ബാക്കി അനുസരിച്ച് പോലീസ് പിന്മാറി അവിടെ നിന്ന്. ഇത് രാഷ്ട്രീയ കളിയാണോ അല്ല പൈസ ബലത്തിന്റെ ബലമാണോ എന്ന് ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ജീവസമാധി എന്നാണ് മക്കൾ പറയണത്. പക്ഷെ ജീവസമാധിനെ അകത്ത് വെച്ചോണ്ട് ജീവൻ ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജീവസമാധി എന്നാണ് മോൻ പറയുന്നത്. രണ്ടാമത്തെ മകൻ പറയുന്നത്, രാജസേനൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ജീവസമാധി എന്നാണ് പറയണത്. പക്ഷെ അകത്ത് വെച്ച് ജീവൻ പോയോ ഇല്ലേ എന്ന് അന്നറിഞ്ഞ്. പക്ഷെ ഇത് വ്യാഴാഴ്ച ഇത് രാവിലെ 11 മണിക്ക് മരിച്ചെന്ന് പറയണം. അവര് വെള്ളിയാഴ്ച വെളുപ്പാരാവിലെ 3 മണിക്കകത്ത് ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പ് കാര്യങ്ങളെല്ലാം നടത്തിയെന്ന് പറയുന്നത്. പക്ഷെ വെള്ളിയാഴ്ച പോലീസുകാർ അറിഞ്ഞു വന്നോണ്ട് ജീവസമാധി എന്നാണ് പറഞ്ഞത്. ജീവസമാധി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവര് ഒരു കാര്യം ചെയ്യലായിരുന്നു. പോലീസുകാർ ജീവസമാധി എന്ന് അറിഞ്ഞോടെ തന്നെ അത് കളർ പൊളിക്കാനുള്ള ഇത് നടപടി ചെയ്യലായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. പക്ഷെ അങ്ങനെ ജീവൻ ഉണ്ടില്ല എന്ന് അറിയാമായിരുന്നു നമുക്ക്. പക്ഷെ രാജസേനൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് മൂന്നാമത്തെ മകൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ പോറ്റിയായ പയ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജീവസമാധി എന്ന് പറഞ്ഞത്. പക്ഷെ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആക്കറിയാം. പക്ഷെ ഇപ്പം പരാതി വീട്ടുള്ള മിക്സിങ്ങും ചെയ്തപ്പോഴെ കാര്യമോ? ഞാൻ ഇത് അയൽവാസിയാണ്. ആദ്യം എൻ്റെ വീടിൻ്റെ അടുത്താണ് താമസം. ഇപ്പം ഇവിടെ എൻ്റെ ഇവിടെ ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. ഇപ്പം നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ കളറിക്കകത്ത് പുള്ളിക്കാരൻ ഉണ്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ മിക്സിംഗ് ആണോ? പുള്ളിക്കാരൻ അകത്ത് ഇങ്ങനെ ഇത് കൊന്നതാണോ? പിന്നെ വേറെ ഇപ്പം ദുരൂഹത വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ആള് ജീവസമാധി എന്ന് പറഞ്ഞു. ജീവസമാധി എന്ന് പറഞ്ഞാൽ പോയി ഇരുന്നതിന് ശേഷം ജീവസമാധി ആയെന്ന് പറഞ്ഞു. ജീവസമാധി അകത്ത് ജീവൻ ഉണ്ടായിരുന്നിട്ട് ഈ മക്കൾക്ക് പേര് കിട്ടാൻ വേണ്ടി അച്ഛൻ സമാധി എന്ന് പറഞ്ഞാൽ അകത്ത് വെച്ച് പൊട്ടിയോ? അത് അതിൻ്റെ അകത്ത് വെച്ച് മരിച്ചോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത് പക്ഷെ അത് ഒരു കാര്യം ഇവർ ചെയ്തില്ല. അത് ആര്? പോലീസുകാർ. നമ്മളെ കിണറ്റിനകത്ത് വീട് കിടക്കുന്ന ആളിനെ ഫയർ ബോക്സ് വന്ന് കിടന്നാൽ ഉടനെ എടുത്തിരിക്കും. അവരെ വീട്ടുകാർ പറഞ്ഞ് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ ജീവൻ കാണും ചിലപ്പോൾ. ഫയർ ബോക്സ് വന്നു കഴിഞ്ഞാൽ എടുക്കാം. ആ പുള്ളിക്കാർ മരിക്കുകയോ ജീവിക്കുകയോ ചെയ്തിട്ട് എടുത്ത് രക്ഷപ്പെടുത്താൻ നോക്കുള്ളൂ തന്നെയല്ലയോ? പക്ഷെ ഇവരെ ചെയ്തില്ല, പോലീസുകാരെ ചെയ്തില്ല. ഇത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആൾബലമാണോ, അവരെ ആൾബലമാണോ അല്ല പണത്തിന്റെ ബലമാണോ അല്ല ആൾ സ്വാധീനം കൊണ്ടാണ് ഇത് പൊളിക്കാത്തതെന്ന് അറിയാൻ പറ്റില്ല. ഇന്ന് പൊളിക്കാനുള്ള എല്ലാ ദോറും വെച്ച് പൊളിച്ചില്ല. കാരണം എല്ലാം ഉണ്ട്. ഇത് എല്ലാം എങ്ങനെ അവർ ആളിന്റെ ബലം കൊണ്ടായിരിക്കും പൊളിക്കാത്തത്, അല്ല പണത്തിന്റെ സ്വാധീനം കൊണ്ടായിരിക്കും. പക്ഷെ ഇവരെയൊക്കെ അച്ഛന്മാർ മരിക്കുമ്പോൾ ആരറിയിക്കാൻ എടുത്ത് ഇങ്ങനെ മൂടാൻ നോക്കണവർ എങ്ങനെ സംഭവിച്ച്? പക്ഷേ എൻ്റെ അച്ഛൻ ഇതെവിടെ നിൽക്കുന്നവരൊക്കെ ഇത് അച്ഛന്മാർ മരിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇത് മറവ് ചെയ്തിട്ട് അത് സമാധി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിടുമോ? നിങ്ങൾ വിടുമോ? ചാനൽ അറിഞ്ഞ് ഇതൊരു ഇങ്ങനെ വാർത്തയാക്കാൻ നോക്കണവർ. പക്ഷേ ഇത് ഒരു ദുരൂഹത ഉണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ പോലീസുകാർ അവരുടെ സൈഡിലാണ് നിൽക്കുന്നത്. പോലീസുകാർ ആരായാലും ശരി തന്നെ. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയാൻ പറ്റില്ല. എന്തുകൊണ്ട് അവരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്. അല്ല ഇത് എന്തുകൊണ്ട് നമ്മളെ മാത്രം ഇങ്ങനെ പുറത്തായി പോലീസ്? കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. അല്ല ഇത് എന്തുകൊണ്ട് നമ്മളെ മാത്രം പുറത്തായി പോലീസ്? പറയും, നിങ്ങൾ പറയും. അവരെ ബാച്ചിലറേയും കൂടെ ഇങ്ങനെ ഇല്ല. ഞാൻ കേട്ട മറുപടി നിങ്ങൾ പറയും. എന്തുകൊണ്ട് ഇല്ല ആക്കിയില്ലല്ലോ? ആ സമയത്ത് ആക്കിയില്ലല്ലോ. ഇല്ല, നിങ്ങൾ ചുമ്മാ ഇരിക്കും. നിങ്ങൾ ഇത് രണ്ട് കൈ വെച്ചിട്ട് കഴിക്കാതെ. പക്ഷേ ഇതിൽ ദുരൂഹതയുണ്ട്. തീർച്ചയായും ഇത് കറക്റ്റ് ദുരൂഹതയുണ്ട്. ഇത് മരണം ഇങ്ങനെ ഇത് കൊന്നു തന്നെ അടയ്ക്കുക, അല്ലെങ്കിൽ അകത്ത് സമാധിയാവാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജീവനോടും കൂടെ വെച്ച് അകത്ത് പൂട്ടി. പക്ഷേ അത് മക്കൾക്ക് മാത്രം അറിയാവൂ. മക്കൾക്കും ഭാര്യയ്ക്കും മരുമക്കും മാത്രം അറിയാവൂ. ഇത് നാട്ടുകാർക്ക് ഇത് അറിയാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇത് ചെയ്ത സമയത്ത് പബ്ലിക്കലി കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ചെയ്തത്. പബ്ലിക് ആണെങ്കിലും ആ സമയം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പുറകിലോ അത് വീടോ വേറെ ഒന്നുമില്ല.
പക്ഷെ അവരാരും ഇത് അവിടെ നിന്ന് നിൽക്കുന്നത് അങ്ങനെ ഇത് വീക്ഷിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുക. അതിൻ്റെ ബാക്കിൽ ഫ്രണ്ടിൽ അങ്ങനെ അത് വിടുന്നില്ല. ഈ നാട്ടുകാരായിട്ട് സഹകരണമുള്ള ഇല്ലാത്തൊരു കുടുംബമാണോ? ഇല്ല, നാട്ടുകാരായിട്ട് ഒരു സഹകരണവും ഇല്ല. അങ്ങനെ അത് ആരെങ്കിലും അവിടെ പോകണമെങ്കിൽ ഇങ്ങനെ ഇതിങ്ങനെ കോൽ ഇറങ്ങിയ സമയത്ത് ഏതാണ്ട് ഒരു 1-2 വർഷം നല്ല ഇങ്ങനെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോൾ പോവോ, സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ ഇത് ചുരിദാർ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല, അങ്ങനെ ഉണ്ട്. മുണ്ടും ഇങ്ങനെ ബ്ലൗസ് മാത്രം ഇട്ടുകൊണ്ട് പോവോ. അത് ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല, അത് പണ്ടാണ് നടക്കുമായിരുന്നു. ആണുങ്ങളാണെങ്കിൽ പാൻസ്. ഇവർ ഈ ദുരാചാരങ്ങളുടെ അതാണ് ഇങ്ങനെ ഇവർക്കൊന്നും പകലില്ല, രാത്രി 12 മണിക്കാണ് ഇവർ കൂടുതൽ ഇത് മന്ത്രവാദം ഉള്ളത്, കൂക്കുളയും മണയടിയും എല്ലാം ഉള്ളത്. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥമായിട്ട് നമ്മളിപ്പോൾ നാട്ടിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് മരണങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഉണ്ട്. പക്ഷെ അത് വെച്ച് നോക്കണമെങ്കിൽ ഇത് ഒരു ദുരൂഹമരണം തന്നെ. വേറെ ഒന്നുമല്ല, ഇത് ജീവനോടും കൂടി എടുത്ത് അടക്കി ആ കൂട്ടത്തിൽ പെടുത്താനേ പറ്റുള്ളൂ. ഇത് അല്ലാതെ ഇത് ഇങ്ങനെ മരിച്ചതാണോ ഇങ്ങനെ ഇത് എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ ഇത് ആരെ അറിയിക്കരുത് അടക്കാമല്ലോ. പിന്നെ ഇത് ഞാൻ പറയാം എൻ്റെ അച്ഛൻ സമാധി, അതുകൊണ്ട് ഞാൻ ഇത് ആരെയും അറിയിച്ചില്ല. അപ്പം ഇങ്ങനെ എല്ലാവർക്കും എങ്ങനെ ആ നിയമം വേണം. ഈ കളക്ടറിൽ നിന്ന് ഓർഡർ ഇട്ടിട്ട് കളക്ടറിൽ നിന്ന് ഇങ്ങനെ പിൻവലിച്ചു. ഇങ്ങനെ എനിക്ക് വേണം ആ ഓർഡർ. ഇത് പൊളിക്കാൻ വന്നിട്ട് പൊളിക്കാതെ പെയ്യതിൻ്റെ കാരണം അത് വേണം എനിക്കിന്ന്. എൻ്റെ അച്ഛനായിട്ട് ഇങ്ങനെ ഞാൻ മറുപടി അത് എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇത് സമാധിയാണ്, കളക്ടർ എനിക്ക് തരുമോ? പക്ഷെ അവരുടെ ഭാഗത്ത് ആൾബലം ഉള്ളത് കൊണ്ട് അത് അവരിങ്ങനെ ഇത് പിന്മാറിയുന്നു. ഇല്ലെങ്കിൽ ഇന്ന് അച്ഛനെ കൊന്നാലും ശരി, അമ്മയെ കൊന്നാലും ആൾബലവും പണം ഉണ്ടെങ്കിൽ പിടിച്ചിരിക്കുക. അത് എങ്ങനെ ഒന്നുമല്ലാതെ ഇപ്പോൾ അതേ ഒരു രീതിയാണ് ഇവിടെ വന്നത്. പണം ആൾബലവും. അപ്പോൾ തുടക്കം മുതൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നിലപാട് ശരിയെന്നാണോ പറയുന്നത്? അല്ല, ഇതെന്നാ പോലീസ് തന്നെ ഇത് അവിടെ നിന്ന് മാക്കി ഇവിടെ നിന്ന് വാങ്ങി. പോലീസ് തന്നെ അവിടെ നിന്ന് മാക്കി ഇവിടെ നിന്ന് വാങ്ങിക്കും. അതാണ് അവരുടെ രീതി. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇത് അവിടെ നിന്ന് 5 കിട്ടിയാൽ നിൽക്കും, ഇവിടെ നിന്ന് 10 കിട്ടിയാൽ നിൽക്കും. പിന്നെ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം, ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം കൊണ്ട് പറ്റും. പിന്നെ അവർക്ക് ഏറ്റവും ഇങ്ങനെ വേണ്ടപ്പെട്ട ഇത് രാഷ്ട്രീയക്കാർ പറയും, അവരെങ്ങനെ ഇത് കൂടെ അവർക്ക് ഇങ്ങനെ ഇത് കേട്ടേ പറ്റൂ. അതിവിടുത്തെ ഇത് കേരളത്തിൽ. പക്ഷേ ഈ നിയമം ഇവിടെ ഇല്ലാതാവണം, എങ്കിലേ പറ്റുള്ളൂ ഇവിടെ, അല്ല പറ്റൂല. അല്ലെങ്കിൽ ഇന്നതാ ജീവസമാധി മോൻ തന്നെ പറഞ്ഞിട്ട്, ഇത് മോൻ തന്നെ ജീവസമാധി എന്ന് പറഞ്ഞിട്ട് എടുത്ത് അടക്കി അച്ഛനെ ഇന്ന് വെറുതെ ഇന്ന് സമാധി ഇങ്ങനെ ഇത് പൊളിക്കുമ്പോൾ നാളിനെ വെറുതെ വിട്ടിരിക്കുന്നു, പൊളിക്കാതെ പോരിക്കുകയാണ്. അതെന്തുകൊണ്ട്? ഈ നിയമം എല്ലാവർക്കും വേണം, എനിക്കും വേണം, നിങ്ങൾക്കും വേണം, വേണ്ടേ? എന്ന് ഞാൻ ഒരു ചോദ്യം കേൾക്കാം. നിങ്ങൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കില്ലയോ? അത് ചെയ്തില്ല. ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയിക്കും. എന്ന് നേട്ടാൽ അത് ജനങ്ങൾ അറിയുള്ളത്. ഇത് അവകാശം ഒഴിക്കൊണ്ട് പിന്നെ സമാധി എന്ന് പറഞ്ഞ് നാളെ എടുത്ത് ഇങ്ങനെ മറു ചെയ്തിട്ട് എൻ്റെ സമാധി എന്ന് പറഞ്ഞു നാട്ടുകാരും വിടില്ല, നിങ്ങളും വിടില്ല, പത്രക്കാരും വിടില്ല, പോലീസുകാരും വിടില്ല. പിന്നെ ഇപ്പം ഇത് ഹിന്ദു ഐക്യവേദി പറയുന്നത് നിങ്ങളുടെ ഇത് മുസ്ലിങ്ങളൊക്കെ ഉണ്ടെന്ന്. അല്ല, എല്ലാ നാട്ടുകാരും ഉണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ട് ഇവിടെ. ഇതിലേക്കുണ്ട് എല്ലാ നാട്ടുകാരും ഉണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ട്, എല്ലാ മതസ്ഥരും ഉണ്ട്. പറയണ്ടേ പറയാം. അനാവശ്യമായി മതം കൂട്ടിക്കൊടുക്കുന്നത് ഇത് വേറെ ഒന്നുമില്ല, ഒരു വർക്കില്ലകളാണ്. ഇത് ഒരാളിനെ ഒറ്റപ്പെടുത്തിയാൽ അവരുടെ സൈഡിലേക്ക് ഇങ്ങനെ ഇത് മാറ്റിയടിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഇത് എല്ലാവരെയും പറയും, എല്ലാവരും കയറി ഇങ്ങനെ ഇത് അടിക്കും. നിങ്ങളെ മാത്രം പറയുമ്പോൾ നിങ്ങൾ മാത്രമേ കയറി അടിക്കുള്ളൂ അവിടെ. അത് 5 പേര് ഇത് 10 പേര് നിൽക്കുമ്പോൾ ആൾബലം കൂടുതലാണ്. അവർ അതുകൊണ്ട് പറ്റും ഇങ്ങനെ പറയില്ല. എല്ലാ ജാതിക്കാരും പറയുമ്പോൾ എല്ലാ ജാതിക്കാരും നിൽക്കും. ഹിന്ദു ഐക്യ മുന്നണിയുടെ ആ പുള്ളിക്കാരൻ പറഞ്ഞു തന്തയില്ലാത്തവന്മാരാണെന്ന് ഇവിടെ. അങ്ങേര് തന്തയുണ്ടോ? അങ്ങേര് അമ്മ പറയണതാണ് അങ്ങേര് അച്ഛൻ. എന്ത് അല്ല, അങ്ങേർക്ക് ഇങ്ങനെ ഇത് അറിയാൻ പറ്റുക ഇത് എൻ്റെ അച്ഛൻ ഇത് ഇന്നതാണെന്ന്. അങ്ങനെ അമ്മ ചൂണ്ടി കാണിച്ചു കൊടുക്കണം, ഇതാണ് എൻ്റെ അച്ഛനെന്ന്. അങ്ങനെ ഉള്ളവനാണെങ്കിൽ പറയില്ലായിരുന്നു ഇവിടെ വന്ന് തന്ത ഇല്ലാത്തവന്മാരെന്ന്. പക്ഷെ പരാതി കൊടുത്തവന്മാർ തന്ത ഇല്ലാത്തവന്മാരെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ കൊടുത്ത അങ്ങേരുണ്ട്. അങ്ങേര് തന്തയ്ക്കുള്ളവനാണെങ്കിൽ അങ്ങേര് ഇവിടെ വരില്ലായിരുന്നു. അങ്ങേര് അച്ഛൻ മരിച്ചപ്പം ഇത് മരിക്കുന്ന സമയത്ത് അങ്ങേര് ഇതുപോലെ ചെയ്യണം. എങ്കിലും അങ്ങനെ ഞാൻ ഇത് പറയും തന്തയ്ക്കുള്ളവനാണെന്ന്. അങ്ങനെ ചെയ്യൂല. അങ്ങനെ അറിയിക്കേണ്ടത് അറിയിച്ച് ഇത് എല്ലാവരും അറിയിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യുള്ളൂ.